നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. അതിലൊരു ഡിസൈൻ വന്നേക്കുന്നത് നെറ്റ് കോട്ട, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതിൽ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. അതേപോലെ തന്നെ ചന്തേരി സിൽക്കിൽ വന്നിരിക്കുന്ന മറ്റൊരു പാറ്റേൺ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചന്തേരി സിൽക്കിലുള്ള ഡിസൈൻ കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന മസ്റ്റാർഡ് യെല്ലോ കളറിലാണ്. പ്യുവർ ചന്തേരി ആണ്, പ്രീമിയം ചന്തേരി ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ആണ്. എംബ്രോയ്ഡറി ഇതുപോലെ ഒരു ജോമെട്രിക് പാറ്റേൺ, ഒരു അബ്സ്ട്രാക്ട് ഡിസൈനിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ്. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കുന്ന ദുപ്പട്ടയാണ്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് ചന്തേരി സിൽക്കിൽ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കോൺട്രാസ്റ്റ് കളേഴ്സ് വന്നേക്കുന്നതെല്ലാം കോറൽ റെഡ്, പീച്ചിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടർക്കോയ്സ്, ഡസ്റ്റി ടർക്കോയ്സ് കളേഴ്സ് അങ്ങനെ കൊടുത്ത് ഫില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ചുറ്റും നല്ല ഭംഗിയായിട്ട് തന്നെ സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ക്ലാസി ലുക്കായിരിക്കും. ഇതിൻ്റെ പിന്നെ ബോട്ടം വരുന്നത് ഷാൻറ്റൂൺ ഫാബ്രിക്കിൽ. ഇതാണ് ഓവറോൾ ഡിസൈൻ വരുന്നത്. അടുത്ത ഷെയ്ഡിൻ്റെ വരുന്നത് ചിക്കു കളറിലോട്ടാണ്. സെയിം പാറ്റേൺ. ടോപ്പ് ഇതുപോലെ വന്നിട്ട് ദുപ്പട്ട ചിക്കു ഷെയ്ഡിൽ വന്നിട്ട് ആ സെയിം പാറ്റേണിലുള്ള എംബ്രോയ്ഡറി ഇതുപോലെ വരും. ഈ ഒരു ഷെയ്ഡ് ബോട്ടം ചിക്കു കളറിൽ തന്നെയാണ്, ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ്. പിന്നെ ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് കളറിൽ. ഇത് മാത്രം ഫാബ്രിക് വന്നിരിക്കുന്നത് ചന്തേരിയിലല്ല. ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇതിൽ വരുന്നത് ക്രേപ്പ് സിൽക്കിലാണ്. ബ്ലാക്ക് മാത്രം ക്രേപ്പ് സിൽക്കിൽ വന്നിട്ട് ബാക്കി ചന്തേരിയിലാണ്. രണ്ടെണ്ണം ബാക്ക് സൈഡും പ്ലെയിൻ ആയിട്ട് തന്നെ. ബാക്കി ഡിസൈൻ എല്ലാം അതേപോലെ തന്നെ. ദുപ്പട്ട വന്നിരിക്കുന്നതും ക്രേപ്പ് സിൽക്കിലാണ്. എംബ്രോയ്ഡറി എല്ലാം അതേപോലെ സെയിം പാറ്റേണിൽ വരും. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂൺ ഫാബ്രിക്കിൽ. ഇതാണ്, ഇതിൽ 3 കളേഴ്സാണ് ഉള്ളത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ് കോട്ട. നെറ്റ് കോട്ട എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നല്ല സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. അതൊരു ഫ്ലോറൽ പാറ്റേൺ, നെഗറ്റീവ് പ്രിൻറ്റിങ് പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഓൾ ഓവർ ഫ്രണ്ടും ബാക്കും വരും. പിന്നെ ഫ്രണ്ട് പോർഷനിലോട്ടാണ് ഈ എംബ്രോയ്ഡറി കൊടുത്തേക്കുന്നത്. എംബ്രോയ്ഡറി വരുന്നത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക്, ഈവൻ ആ ഒരു നോട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇടയ്ക്കൂടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് നെറ്റ് കോട്ട തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സെയിം ഒരു പ്രീമിയം നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചുറ്റും ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഇതിൻ്റെ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ആണ്. എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങും പാറ്റേണും എല്ലാം സെയിം ആണ്. കളേഴ്സ് വ്യത്യാസം വരുന്നുണ്ട്. ദുപ്പട്ടയിലോട്ടുള്ളത് വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡിൽ തന്നെ, സെയിം പാറ്റേണിൽ. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു റോസ് പിങ്ക് കളറിലോട്ടാണ്, നല്ലൊരു പേസ്റ്റൽ ടോണിൽ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതിൽ 4 കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്ന് കണ്ട പ്രോഡക്ട്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിൽ ഇല്ലാത്ത കളേഴ്സ് നോക്കി ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.